കോൺഗ്രസ് സിന്ദാബാദ്. ആരാടായി ഗണേശൻ? ഗണപനാടാ ഗണേശൻ. രാജിവെച്ച് ബാബുരത്ത്. അത് മുന്നോട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ ഉടപ്പ് എടുക്കുന്ന ഷോണിക്കല്ലേ നീല ഒന്നുകൂടി ശ്രമിച്ചാൽ ആ സ്ത്രീ ആരാണെന്ന് പ്രിയപ്പെട്ട KB ഗണേഷ് കുമാർ വെളിപ്പെടുത്തണം. അതുപോലെ തന്നെ ഇതിൽ വ്യാപിപ്പിക്കുന്ന ഇതിൽ പ്രിയപ്പെട്ട മന്ത്രിയുടെ ഭാര്യ പറഞ്ഞ ഒരു പേര് ശ്രീ പ്രദീപ് കോട്ടാത്തല. ഈ പ്രദീപ് കോട്ടാത്തല അടക്കമുള്ളവർ മന്ത്രിയുടെ വൈഫിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന ഒരു ദൃശ്യം ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഏറെ പ്രിയപ്പെട്ട ഇന്ന് ഈ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ഏറെ പ്രിയങ്കരായ യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏറെ പ്രിയങ്കരനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ റിയാസ് ചിതറയെ ഈ
യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഗണേഷ് കുമാർ ഒരു ആപത്താണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ OJ ജനീഷിനെ ഔപചാരികമായി ക്ഷണിച്ചോളൂ. ഈ പ്രതിഷേധ യോഗത്തിന്റെ അധ്യക്ഷത കൊല്ലം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ റിയാസ്, KSU ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ അൻവർ, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരായ പ്രിയപ്പെട്ട ശ്രീ ശിവകുമാർ, ശ്രീ രതീഷ് കുട്ടിയിൽ, ശ്രീ അനീഷ് ഖാൻ, അജു, മൈക്ക് വയ്ക്കുന്നില്ല, KSU സംസ്ഥാന ഞങ്ങളുടെ അതിർത്തിയിൽപ്പെടുന്ന സ്ഥലമല്ല, അതുകൊണ്ട് അവർ തിരിച്ചുപോയി. രണ്ടാമത് പിന്നീട് പിങ്ക് പോലീസിന്റെ ആളുകൾ കടന്നു വന്നു. അവരെല്ലാം നിസ്സഹായരായി നോക്കി നിന്നു. അവർ ആ വീടിനെ പുറത്താക്കി വാതിലടച്ചു. പിന്നീട് അവർ വീടിനകത്തേക്ക് കയറാൻ ശ്രമിച്ച് പുറത്തേക്ക് വരുമ്പോഴേക്കും പിങ്ക് പോലീസിനെയും കാണാനില്ല. അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി തെരുവായ തെരുവുകളിൽ മുഴുവൻ വലിയ ഹോർഡിങ്ങുകൾ വെച്ചിട്ടുണ്ട്. സ്ത്രീ സുരക്ഷയിൽ കേരളം ഒന്നാമതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഹോർഡിംഗ് വെച്ചിട്ടുള്ളത്. ആ മുഖ്യമന്ത്രിയോട് പറയട്ടെ, അങ്ങയുടെ ക്യാബിനറ്റിലെ മന്ത്രിയുടെ വീടിനകത്ത് പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ് ഈ സംഭവത്തിലൂടെ നമുക്കിവിടെ വ്യക്തമാക്കപ്പെടുന്നത് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. മാത്രമല്ല, ഗണേഷ് കുമാർ പറയുകയാണ്, എന്റെ വ്യക്തി ജീവിതത്തിൽ ആരും ഇടപെടേണ്ട, എനിക്കൊന്നല്ല 5000 പ്രണയങ്ങളുണ്ടാകും. ഗണേഷ് കുമാറിന് 1, 5000, 10,000, 1,00,000 പ്രണയമുണ്ടായാൽ പോലും KSUവിനോ യൂത്ത് കോൺഗ്രസിനോ പ്രയാസമില്ല. പക്ഷെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഗതാഗതങ്ങൾ മുഴുവൻ, അദ്ദേഹത്തിന്റെ സഞ്ചാരങ്ങൾ മുഴുവൻ അബദ്ധപാതയിലാണ് എന്ന് വന്നാൽ അതിൽ കേരളത്തിനകത്ത് ജനങ്ങൾക്ക് പ്രയാസമുണ്ട്. കേരളത്തിലെ KSUവിനും യൂത്ത് കോൺഗ്രസിനും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള കാര്യം കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. അദ്ദേഹത്തിന്റെ അബദ്ധ സഞ്ചാരങ്ങൾ മുഴുവൻ ഇവിടെ ഞങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണല്ലോ, ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ വീടിനകത്തേക്ക് കടന്നു ചെന്ന അദ്ദേഹത്തിന്റെ ഭാര്യ പരാതിയുണ്ടെന്ന് 112 വിളിച്ചു പറഞ്ഞു. 112 വിളിച്ചു പറഞ്ഞാൽ അവിടെ ഒരു ഇടപെടൽ ഉണ്ടാകണ്ടേ? ആ ഇടപെടൽ ഉണ്ടായില്ല. 3 ദിവസം അത് മൂടിവെച്ചു. ആ 3 ദിവസം ആ വിഷയങ്ങൾ മൂടിവെച്ച് ഇന്നിപ്പോൾ 4ാമത്തെ ദിവസം മാധ്യമങ്ങളിൽ വാർത്തയാകുമ്പോൾ അത് സെറ്റിൽ ചെയ്യാനുള്ള ഇടപെടൽ നടത്താൻ മന്ത്രിക്ക് അവസരമൊരുക്കിയത് ആരാണ്? അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ആഭ്യന്തര കാര്യങ്ങളിലല്ല, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയ കാരണങ്ങൾ കൂടിയാണ് ഇവിടേക്ക് ഒരു പ്രതിഷേധ മാർച്ചുമായി യൂത്ത് കോൺഗ്രസും KSUവും കടന്നു വരാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ 112 വിളിച്ചു പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിനകത്ത് സ്ത്രീകൾ സുരക്ഷിതരാണോ? അവർക്ക് സംരക്ഷണം കൊടുക്കുമോ? അവരുടെ പരാതി എഴുതി വാങ്ങുമോ? അവരുടെ പരാതി മന്ത്രിയല്ല, അല്ലെങ്കിൽ അപ്പുറത്ത് ആരാണ് എന്ന് നോക്കാതെ, മന്ത്രിയാണോ പൗരനാണോ ആരാണ് എന്ന് നോക്കാതെ ആ പരാതികളിൽ ഇടപെടാൻ കേരളത്തിന്റെ പോലീസിന് സാധിക്കുമോ എന്നുള്ള ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുകയാണ്. മന്ത്രിയുടെ ഭവനത്തിൽ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെടുന്ന ആളുകൾ കയ്യേറ്റം ചെയ്തു എന്ന് മന്ത്രിയുടെ ഭാര്യ പറഞ്ഞാൽ എന്തിനാണ് 3 ദിവസത്തെ കാലതാമസം? മന്ത്രിക്കെതിരെ കേസെടുക്കേണ്ട. ശരി, മന്ത്രിയെ സംബന്ധിച്ച് മറ്റൊരു ബന്ധമുണ്ടായി. ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങൾ അനുസരിച്ച് ഇന്ന് നിലനിൽക്കുന്ന സംവിധാനങ്ങൾ അനുസരിച്ച് ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ബന്ധങ്ങളിൽ കേസെടുക്കാനുള്ള സാഹചര്യമില്ല. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ മന്ത്രിയുടെ ഭാര്യ പറയുകയാണ്, എന്നെ കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ കേസെടുക്കണ്ടേ? അവിടെ ക്രിമിനൽ കേസെടുത്ത് അന്വേഷണം നടത്തണ്ടേ? ആ പ്രദീപനെയും ശാന്തനെയും ഒക്കെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാകണ്ടേ? ഈ പ്രദീപനാണല്ലോ തലയിൽ പർദ്ദ ധരിച്ച് ജയിലിൽ പോയ ഒരു വ്യക്തി എന്ന് പറയുന്നത്. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ കേസിൽ പ്രതിയാക്കപ്പെട്ട ദിലീപിന്റെ കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയല്ലേ ഈ പ്രദീപ് എന്ന് പറയുന്നത്? ദിലീപിന്റെ കേസ് എന്തായിരുന്നു? അവിടെയുണ്ടായ ഇരയുടെ കേസ് എന്തായിരുന്നു? അത് പൊതുജന മധ്യത്തിൽ, എറണാകുളം പോലെയുള്ള ജില്ലക്കകത്ത് പൊതുജന മധ്യത്തിൽ വെച്ച് മലയാളത്തിന്റെ പ്രമുഖയായ ഒരു സിനിമാ താരം അപമാനിക്കപ്പെട്ടു, അവർ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നുള്ളതായിരുന്നല്ലോ ആ കേസ്. ആ കേസിനകത്ത് അവരെ ആ അതിജീവിതയെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ടാണ് ഈ സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള PR പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാനത്തിനകത്ത് അതിജീവിതമാർ സുരക്ഷിതരാണ് എന്ന് പറയുന്ന ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അതിജീവിതമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇരിക്കുകയാണ്. രാഷ്ട്രീയ പ്രേരിതമായി കഴിഞ്ഞ കാലങ്ങളിൽ നേരത്തെ പല പരാതികളും ഉയർന്നു വന്നപ്പോൾ സർക്കാർ കേസെടുക്കാൻ കാണിച്ച ആർജവം എന്തുകൊണ്ട് ഗണേഷ് കുമാറിന്റെ കേസിൽ സംഭവിച്ചില്ല, നടന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കെ ആ ഇമെയിൽ സന്ദേശത്തിന്റെ പേരിൽ, വിദേശത്ത് നിന്ന് അയച്ച ഇമെയിൽ സന്ദേശത്തിന്റെ പേരിൽ കേരളത്തിനകത്ത് ഒരു ജനപ്രതിനിധിക്കെതിരെ കേസെടുത്തൊരു സർക്കാരാണ് ഈ സർക്കാർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സർക്കാർ പറഞ്ഞത് എന്താ? ഞങ്ങൾ അതിനെ വളരെ ശക്തമായ രീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഗണേഷ് കുമാറിന്റെ കേസിൽ അത്തരത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നില്ല? മന്ത്രിക്കെതിരെയുള്ള കേസെടുക്കേണ്ടത്, പ്രദീപിനെതിരെയുള്ള കേസെടുക്കേണ്ടത്, ശാന്തനെതിരെയുള്ള കേസെടുക്കേണ്ടത്, മനോജിനെതിരെയുള്ള കേസെടുക്കേണ്ടത്. പ്രദീപിനും ശാന്തനും മനോജിനുമെതിരെ കേസെടുത്താൽ നേരത്തെ മന്ത്രിയുടെ ഭാര്യ പറഞ്ഞ ആ
ചിത്രങ്ങൾ വേണ്ടി വന്നാൽ ഒരുപക്ഷെ ഈ സ്റ്റാഫ് പോലും പുറത്തുവിടുമെന്നുള്ള ഭയം കൊണ്ടാണോ അവർക്കെതിരെ കേസെടുക്കാതെ അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്? ഇന്ന് മന്ത്രി തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തു. തിരുവനന്തപുരത്ത് പോയി ക്യാബിനറ്റിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്തരത്തിൽ ആക്ഷേപങ്ങൾക്ക് വിധേയനായ ഒരു മന്ത്രിയെ കൂടെയിരുത്തി ആ ക്യാബിനറ്റ് യോഗത്തിലിരുന്ന് മീറ്റിംഗ് കൂടാൻ വേണ്ടി സാധിക്കുന്നത്? എന്നിട്ട് ആ ക്യാബിനറ്റിലിരുന്ന് ആ കേരളം സ്ത്രീ സുരക്ഷിതമാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നത്? അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയട്ടെ, നിങ്ങളുടെ വകുപ്പിൽ ആഭ്യന്തര വകുപ്പ് പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാര്യ പോലും നേരിട്ട് ഫോണിൽ വിളിച്ചൊരു സഹായം ആവശ്യപ്പെട്ടാൽ, ഒരു സംരക്ഷണം ആവശ്യപ്പെട്ടാൽ ആ സംരക്ഷണം കൊടുക്കാനും പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മന്ത്രിയും ഭാര്യയും തമ്മിൽ ഒത്തുതീർപ്പിലായോ എന്നുള്ളതല്ല വിഷയം. ഒരു സ്ത്രീക്ക് നേരെ ഒരു കയ്യേറ്റമുണ്ടായാൽ അവർ പരാതി പിൻവലിച്ചാൽ പോലും ആ പരാതി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ആ പരാതിയുടെ പേരിൽ അവിടെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മന്ത്രിയെ സംബന്ധിച്ച് ഭാര്യ പരാതി പിൻവലിച്ചത് കൊണ്ട് ഞാൻ സുരക്ഷിതനായി എന്നുള്ളതാണ് കണക്കാക്കുന്നത്. മന്ത്രിയോട് നിങ്ങൾ ധാർമ്മികതയുടെ പേരിൽ നിങ്ങൾ രാജിവെക്കണമെന്ന് പറയില്ല. കാരണം ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയില്ല. 2013 നിങ്ങൾ എന്തിനു വേണ്ടിയാണ് രാജിവെച്ച് പോകേണ്ടി വന്നത്? നിങ്ങളുടെ രാജി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് എഴുതി വാങ്ങേണ്ടി വന്ന സാഹചര്യം ഏതാണ്? നിങ്ങളെ സംബന്ധിച്ച് ഒരു കാലഘട്ടത്തിലും ജീവിതത്തിനകത്ത് നിങ്ങൾ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമായ സത്യമാണ്. അന്ന് മന്ത്രി രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ പ്രസംഗം ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ഹാൻഡിലുകളിൽ, മാധ്യമങ്ങളിൽ, ആർക്കൈവിലെല്ലാം തന്നെ ലഭ്യമാണ്. അന്ന് മുഖ്യമന്ത്രി പിണറായി, അന്നത്തെ പാർട്ടി സെക്രട്ടറി, ഇന്നത്തെ മുഖ്യമന്ത്രി, അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിനെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? അങ്ങനെ ഓർമ്മയുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് യൂത്ത് കോൺഗ്രസ് ഇവിടെ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ, നിങ്ങളുടെ നട്ടലിന് ബലമുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന സ്ത്രീ സുരക്ഷ അവിടെ യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ KV ഗണേഷ് കുമാറിന്റെ രാജി എഴുതി വാങ്ങണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇവിടെ ഗണേഷ് കുമാർ പറയുന്നത് കേട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഉപദേശമാണ്, ആളുകളോട് ഉപദേശിക്കുകയാണ്. എങ്ങനെ വനിതാ മന്ത്രിക്കെതിരെ സമരം ചെയ്യാം, എങ്ങനെ സ്ത്രീകളോട് പെരുമാറാം. പ്രിയപ്പെട്ട ഗണേഷ് കുമാറിനോട് ഞങ്ങൾ പറയട്ടെ, നിങ്ങളിൽ നിന്ന് വനിതകളോട് എങ്ങനെ പെരുമാറണമെന്നുള്ള ക്ലാസ് ഈ സംസ്ഥാനത്തിനകത്ത് ഗോവിന്ദച്ചാമിക്ക് പോലും ആവശ്യമില്ലാത്ത തരത്തിലുള്ള ധാർമ്മികത ബോധങ്ങളില്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ള വസ്തുത നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ മന്ത്രി ഇനി ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി ബാക്കിയുള്ളത്. അങ്ങനെയാണെങ്കിൽ കൂടി ഒരു ദിവസം നിങ്ങൾ ധാർമ്മികമായ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് പോലും നീതി പുലർത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം രാജിവെക്കണം. സ്വയം ഈ മന്ത്രി രാജിവെക്കുന്നില്ല എങ്കിൽ മുഖ്യമന്ത്രി രാജി എഴുതി വാങ്ങാൻ വേണ്ടി തയ്യാറാകണം. ഈ മന്ത്രിയുടെ ഭാര്യ വിളിച്ചു പരാതി പറഞ്ഞത് 112 മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകളെ കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചതെന്തുകൊണ്ടാണ്? അത് പിണറായി വിജയന്റെ മകൾ എന്നുള്ള ലേബലല്ല, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിലാണ്, അതൊരു വനിത എന്ന രീതിയിലാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ച് ഇത്തരത്തിലൊരു കാര്യം അവർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ പേരിലാണെങ്കിൽ കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം അവർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അറിയിക്കാതിരിക്കുമോ? അങ്ങനെ സ്വന്തം മകളുടെ ചെവികളിലേക്ക് എത്തിയ ഒരു സ്ത്രീയുടെ പരാതി, ഒരു സ്ത്രീയുടെ വിഷമം, അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് മകൾ പറയാതിരിക്കുമോ? അങ്ങനെ മകൾ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു കാര്യത്തെ സംബന്ധിച്ച് 3 ദിവസം ഈ മുഖ്യമന്ത്രി ഈ കാര്യത്തിനകത്ത് ഒളിച്ചു നിന്നുവെങ്കിൽ, നടപടിയെടുക്കാതിരുന്നുവെങ്കിൽ, എത്രയൊക്കെ കപ്പുകളിൽ ചായ കുടിക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾ പുറത്തുവിട്ടാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയട്ടെ, നിങ്ങളുടെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾ സുരക്ഷിതരായിരുന്നില്ല, അത് നിങ്ങളുടെ മന്ത്രിമാരിൽ നിന്ന് പോലും സുരക്ഷിതരായിരുന്നില്ല എന്ന് ഈ നാട് തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല.